തായ്ലൻഡിൻ്റെ ഐക്കോണിക്കായിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷനിലേക്കാണ് ഞാനിനി പോകുന്നത്. ഈ സ്ഥലത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഭൂമിയിൽ നിന്ന് മരണപ്പെട്ടു പോകുന്നതിന് മുൻപ് കണ്ടിരിക്കേണ്ട 10 സ്ഥലങ്ങളിൽ ഒന്നായിട്ട് എണ്ണിയിട്ടുള്ളതാണ് ഈ പ്രദേശം. പട്ടായയിലുള്ള ലോകപ്രസിദ്ധമായ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലാണ് ഞാനുള്ളത്. ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ കവാടാണിത്. നമ്മൾ ടിക്കറ്റ് എടുത്ത് വേണം അകത്ത് പ്രവേശിക്കാൻ വേണ്ടിയിട്ട്. പല പാക്കേജായിട്ടാണ് നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാൻ കഴിയുക. അതിൻ്റെ റേറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എൻട്രി ടിക്കറ്റിന് പുറമെ പല ആക്ടിവിറ്റീസും അതിന് അകത്തുണ്ടാവും. അപ്പോൾ അതിൽ നമുക്ക് ആവശ്യമുള്ളത് ഇവിടുന്ന് ചൂസ് ചെയ്യാണ് ചെയ്യുക. ഞാനെടുത്തത് 800 തായ് ബാത്തിൻ്റെ ഒരു പാക്കേജാണ്. അത് ബേസിക്കാണ്. അതിലുള്ളത് എൻട്രി പെർമിറ്റ്, പിന്നെ ഒരു സ്നാക്ക് കിട്ടും, ഒരു ഫോട്ടോ എടുത്ത് പ്രിൻ്റ് ചെയ്ത് തരും നമ്മുടെ. പിന്നെ നമുക്ക് ബോട്ടിൽ ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിനുള്ളിലൂടെ യാത്ര ചെയ്യുകയും ചെയ്യാം. ഈ ടിക്കറ്റിൽ ഫോട്ടോ ഇൻക്ലൂഡഡ് ആണെന്ന് ഞാൻ ആദ്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ ഈ ഇവിടെ ഉണ്ടായിരുന്ന ബോർഡ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. നേരെ കൗണ്ടറിൽ പോയിട്ട് ചോദിക്കുക ചെയ്തത് പാക്കേജ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ബേസിക്കായിട്ടുള്ള 800 എന്ന് പറഞ്ഞപ്പോൾ അതങ്ങ് എടുക്കുക ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒരു ഫോട്ടോ എടുക്കാൻ വന്ന സമയത്ത് ഞാനിത് അഡീഷണൽ വല്ല സർവീസാണെന്ന് വെച്ചിട്ട് ഞാൻ ശ്രദ്ധിക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഫോട്ടോ എടുത്ത സമയത്ത് ഞാൻ പ്രത്യേകിച്ച് പോസൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പട്ടായയിലുള്ള ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. ഇത് പണ്ട് മുതലേയുള്ള ഫ്ലോട്ടിംഗ് മാർക്കറ്റൊന്നുമല്ല. 2008 ഇത് നിർമ്മിക്കുന്നത്. അതിനകത്ത് ഒരുപാട് കച്ചവട സ്ഥാപനങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സുവനീർ ഷോപ്പുകളാണ്. ചിരട്ടയിൽ നിർമ്മിച്ചിട്ടുള്ള കരകൗശല വസ്തുക്കളാണ്. പട്ടായയിലുള്ള ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിനേക്കാൾ ഒരുപാട് വലുതും പഴയതുമാണ് ബാങ്കോക്കിലുള്ള ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. ബാങ്കോക്കിലുള്ള ഫ്ലോട്ടിംഗ് മാർക്കറ്റ് സിറ്റിയിൽ നിന്ന് കുറച്ച് ദൂരെയാണ്. ഏകദേശം 1.5 മണിക്കൂറോളം യാത്ര ചെയ്യാണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് എന്തായാലും എൻ്റെ ട്രാവൽ പ്ലാനിലില്ല. ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് പട്ടായയും അതുപോലെ ബാങ്കോക്ക് സിറ്റിയാണ്. അവിടെയുള്ള ഷോപ്പുകളിലൂടെ ഉള്ള കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ അങ്ങനെ കറങ്ങി നടന്നു. പലതരത്തിലുള്ള കരകൗശല വസ്തുക്കൾ അവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. സമുദ്രജീവികളുടെയൊക്കെ ആകൃതിയിലുള്ള പലതരത്തിലുള്ള സോപ്പുകളാണിത്. തായ്ലൻഡിൻ്റെ പരമ്പരാഗതമായിട്ടുള്ള ജീവിതശൈലി, സംസ്കാരം, ഭക്ഷണം, ഷോപ്പിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ വന്നാൽ കാണാൻ കഴിയുന്നത്. ബോട്ടുകൾ ആ ഭാഗത്തു നിന്നാണ് പോകുന്നത്. ഒരുപക്ഷെ എനിക്കുള്ള ബോട്ടും അവിടെ ആയിരിക്കും വരുന്നത്. നമ്മുടെ ആലപ്പുഴയിൽ ഉൾപ്പെടെ ലോകത്തിൻ്റെ പല ഭാഗത്തും ഫ്ലോട്ടിംഗ് മാർക്കറ്റുകളുണ്ട്. പക്ഷേ അതൊന്നും ഇത്രത്തോളം ഓർഗനൈസ്ഡ് ആയിട്ട് ഉള്ളതല്ല. പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങൾ ഒരു ബോട്ടിൽ വെച്ചുകൊണ്ട് ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്ന അല്ലെങ്കിൽ കച്ചവടം ചെയ്യുന്ന രീതിയാണ് ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റോഡുകളും പാലങ്ങളൊക്കെ വരുന്നതിന് മുൻപ് തായ്ലൻഡിലുള്ള ജനങ്ങൾ കാര്യമായിട്ട് ആശ്രയിച്ചിരുന്നത് ഇങ്ങനെയുള്ള നദികളിലൂടെ കൊണ്ട് നടന്ന് കച്ചവടം നടത്തുന്നതായിരുന്നു. അങ്ങനെയുള്ള വലിയൊരു മാർക്കറ്റാണ് ബാങ്കോക്കിൽ ഉള്ളത്. സാധാരണക്കാരുൾപ്പെടെ ഇന്നും ഒരുപാട് പേര് ബാങ്കോക്കിലുള്ള ആ ഫ്ലോട്ടിംഗ് മാർക്കറ്റിനെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്. പട്ടായയിലുള്ള ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി മാത്രമായിട്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. ഒരുപാട് ഭംഗിയുള്ള സുവനീർസ് ഞാൻ അവിടെ കണ്ടു. വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ളതൊന്നുമല്ല. എനിക്ക് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതും പിടിച്ചുകൊണ്ട് വേണ്ടേ ബോട്ടിങ്ങിന് പോകാൻ. അപ്പോൾ അത് ബുദ്ധിമുട്ടാവുമെന്ന് വെച്ചിട്ട് തിരിച്ചു വരുമ്പോൾ വാങ്ങിക്കാമെന്ന് വെച്ചു. പക്ഷേ ബോട്ടിങ് കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോയത് വേറൊരു വഴി കൂടെ ആയിരുന്നു. എക്സിറ്റ് ഇതുവഴിയല്ല. അപ്പോൾ എനിക്ക് ഇവിടെ നിന്നൊന്നും വാങ്ങിക്കാനും കഴിഞ്ഞില്ല. ഞാൻ അതിൽ കൂടെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോൾ ഒരു ഭാഗത്തുണ്ട് സ്ത്രീകളുടെ അതുപോലെ മോഡേൺ വസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ട് കുറച്ച് പയ്യന്മാർ നിൽക്കണം. എന്നെ കണ്ടപ്പോൾ വാ 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 എന്ന് പറഞ്ഞു. ഞാൻ എന്താണെന്ന് ചോദിച്ചതാണ്. അപ്പോൾ അവരെൻ്റെ അടുത്ത് വന്നിട്ട് പോസ്റ്റിൽ നിന്ന് എൻ്റെ മൊബൈലും വാങ്ങിച്ചിട്ട് ഫോട്ടോ എടുത്തിട്ട് പൈസ തന്നു പറഞ്ഞു. അത് അവരുടെ പ്രൊഫഷനാണ്. അതിൽ കൂടെ പോണ ടൂറിസ്റ്റുകളുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുക. ബോട്ട് കയറാനുള്ള ആ സ്ഥലത്ത് ഞാനെത്തി. അപ്പോൾ ടിക്കറ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ആ സ്നാക്ക് ഒരു മുളയുടെ കഷ്ണത്തിനുള്ളിലാക്കിയിട്ട് അവർ തന്നു.
ടൂറിസ്റ്റുകളെ ബോട്ടിൽ കയറ്റി കൊണ്ടുപോകുന്നത് ഇവിടെ വെച്ചിട്ടാണ്. അപ്പോൾ എനിക്ക് മുമ്പ് വന്ന 1-2 ടീമുണ്ടായിരുന്നു. അവർ കയറി പോകാൻ വേണ്ടി ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു. പട്ടായയിലൊരു കനാലിലാണ് ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് നിർമ്മിച്ചിട്ടുള്ളത്. അവിടെ ഇങ്ങനെ മരത്തടിയിൽ കെട്ടിയുണ്ടാക്കിയിട്ടുള്ളതാണ് ഇതിന് ചുറ്റും കാണുന്ന ഈ ഷോപ്പുകളൊക്കെ. എൻ്റെ ബോട്ട് വന്നപ്പോൾ ഞാൻ അതിൽ കയറി. ദേ നിൽക്കണ അവിടെ ഫോട്ടോ പിടുത്തക്കാരൻ. ബോട്ടിൽ നമ്മളിരിക്കേണ്ടത് മുൻപോട്ട് തിരിഞ്ഞിട്ടാണ്. പക്ഷെ ഞാൻ ബൈ മിസ്റ്റേക്ക് കയറിയ സമയത്ത് ഈ തുഴയുന്ന ആൾക്ക് മുഖം തിരിച്ചിട്ടാണ് ഇരുന്നത്. അപ്പോൾ അയാൾ പറഞ്ഞു അങ്ങനെയല്ല, മുന്നോട്ട് തിരിഞ്ഞിരിക്കാൻ. നല്ല കളർഫുൾ വ്യൂ ആയിരുന്നു കേട്ടോ ആ ബോട്ടിൽ എങ്ങനെ പോകുന്ന സമയത്ത്. 2 സൈഡിലും ഒരുപാട് ഷോപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ശരിക്കും ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു 2-3 പേരെങ്കിലും വേണം, എന്നാലാണ് ഈ എൻട്രി ഫീ നമുക്ക് മുതലാക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് ഇതിൽ യാത്ര ചെയ്യുന്നത്. 800 തായ് ബാത്താണ് ഇതിൻ്റെ ചാർജ് വരുന്നത്. അതായത് ഏകദേശം 2350 രൂപ. അത് ഒരുപാട് പേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഒറ്റയ്ക്കാവുന്ന സമയത്ത് അത് കൂടുതൽ തന്നെയാണ്. എന്തായാലും നല്ല അടിപൊളി കാഴ്ചകൾ തന്നെയായിരുന്നു കേട്ടോ. ഇവിടെ വരുന്നവരിൽ ഭൂരിഭാഗവും ടൂറിസ്റ്റുകൾ തന്നെയാണ്. ഈ കനാലിലൂടെ ബോട്ടിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഇരുവശത്തും കാണുന്ന കാഴ്ചകൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത് തായ്ലൻഡിൻ്റെ പരമ്പരാഗതമായിട്ടുള്ള ജീവിത രീതിയെക്കുറിച്ചാണ്. പലതരത്തിലുള്ള കച്ചവടങ്ങളുണ്ട് ആ കനാലിൻ്റെ ഇരുവശവും. സാധാരണ ഗ്രോസറി ഷോപ്പുകൾ മുതൽ ഭക്ഷണങ്ങൾ പാകം ചെയ്ത് വിൽക്കുന്ന കടകളും ഫ്രൂട്ട്സ് കടകളും പച്ചക്കറികളൊന്നും വേണ്ട. തായ്ലൻഡിലൊരു പരമ്പരാഗതമായിട്ടുള്ള ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ ഉണ്ടാകുന്ന എല്ലാ കാഴ്ചകളും ഇവിടെ നമുക്ക് കാണാൻ പറ്റും. തായ്ലൻഡിലുള്ള സാധാരണ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നദിയിലൂടെയൊക്കെ ഇങ്ങനെ ബോട്ടിൽ കൊണ്ട് നടന്ന് കച്ചവടം നടത്തുന്ന ഒരു രീതിയാണ്. ഇവിടെയുള്ള ഈ കനാൽ കൃത്രിമമായിട്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. പക്ഷേ തായ്ലൻഡിൻ്റെ ചരിത്രപരമായ കനാൽ വ്യാപാര സംവിധാനം ഇവിടെ അവർ പുനർനിർമ്മിച്ചിരിക്കുകയാണ്. പട്ടായയിലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. പക്ഷേ തായ്ലൻഡിൽ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ സ്ഥാനം അത് അവരുടെ ദൈനംദിന ജീവിതമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. വലിയ ഷോപ്പിംഗ് മാളുകളും മാർക്കറ്റുകളൊക്കെ വരുന്നതിന് മുൻപ് തായ്ലൻഡിൽ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഷോപ്പിംഗ് കേന്ദ്രമായിരുന്നു. എന്ത് ഭംഗിയിലാണ് നോക്കി ഈ പാലങ്ങളൊക്കെ ഇങ്ങനെ കനാലിന് കുറുകെ കെട്ടിയുണ്ടാക്കിയിട്ടുള്ളത്. ഇനി അതിൻ്റെ ഇടയിലൂടെയാണ് ബോട്ടൊക്കെ ഓടിച്ചു പോവുക. ബാക്കിയുള്ള ബോട്ടുകളിലൊക്കെ ആളുകൾ ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ബോട്ടിൽ ഞാൻ മാത്രമാണുള്ളത്. സോളോ ട്രിപ്പിൻ്റെ ഒരു വൈബ് എനിക്കിവിടെ നിന്നാണ് കിട്ടിയത്. ശാന്തമായിട്ടുള്ള കനാലിലൂടെ ഒരു ബോട്ടിൽ ഒറ്റയ്ക്ക് അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അനുഭവിച്ച ആ വൈബ് ഒരിക്കലും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അത് ആ ബോട്ടിലിരിക്കുന്ന സമയത്ത് ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. ബോട്ട് തുഴയുന്ന ആൾ മൊബൈലിങ്ങനെ പാട്ടൊക്കെ വെച്ചുകൊണ്ടാണ് തുഴഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ സൗണ്ട് കുറച്ച് അലോസരപ്പെടുത്തുന്നതാണ്. ടൂറിസ്റ്റുകൾക്ക് എന്താണ് വേണ്ടതെന്നും അവരെങ്ങനെയാണ് ആസ്വദിപ്പിക്കേണ്ടതെന്നും തായ്ലൻഡിന് നന്നായിട്ട് അറിയാം. തായ്ലൻഡിൽ ഞാൻ എക്സ്പ്ലോർ ചെയ്ത പല കാര്യങ്ങളും അത് നമ്മുടെ നാട്ടിലും ഉള്ളതൊക്കെ തന്നെയാണ്. പക്ഷേ അതവർ പ്രസൻറ്റ് ചെയ്യുന്ന രീതി അത് തായ്ലൻഡിനെ കണ്ട് നമ്മൾ പഠിക്കേണ്ടത് തന്നെയാണ്. ഒരു വലിയ കോഴിയുടെ പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ. തായ്ലൻഡ് സംസ്കാരത്തിൽ കോഴിക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അവർ. പോരാട്ടത്തിൻ്റെയും അതുപോലെ ആത്മീയതയുടെയൊക്കെ പ്രതീകമായിട്ടാണ് അവർ ഈ കോഴികളെ കാണുന്നത്. ആ വലതുവശത്തുള്ളത് ഫിഷ് വിഭവങ്ങൾ കിട്ടുന്ന ഒരു കടയാണ്. ഈ സൈഡിലൊക്കെ കാണുന്ന കെട്ടിടങ്ങൾ കണ്ടപ്പോൾ ഞാൻ കരുതിയത് ഇവിടെ രാത്രിയൊക്കെ ടൂറിസ്റ്റുകൾക്ക് വന്ന് താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാവുന്നതാണ്. പക്ഷെ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഇത് തായ്ലൻഡുകാരുടെ ട്രഡീഷണൽ
ആയിട്ടുള്ള വീടുകളുടെയൊക്കെ ഘടനയാണ്. ഇതെന്താ പുഷ്പക വിമാനം എന്ന് പറഞ്ഞ പോലെ പുഷ്പക വഞ്ചിയാണോ? അങ്ങനെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ അങ്ങേത്തല വരെ പോയ ശേഷം അവിടുന്ന് ബോട്ട് തിരിച്ച് മടക്കയാത്ര തുടങ്ങി. നമ്മളിതിലൂടെ അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തായ്ലൻഡിൻ്റെ ട്രഡീഷൻ ആൻഡ് കൾച്ചറാണ് നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുക. അവരുടെ പരമ്പരാഗതമായിട്ടുള്ള ഭക്ഷണങ്ങൾ വിൽക്കുന്ന കടകൾ നമുക്ക് ഇരുവശത്തും കാണാൻ കഴിയും. പിന്നെ അവരുടെ പരമ്പരാഗതമായിട്ടുള്ള കച്ചവട രീതികൾ, അവരുടെ വീടുകൾ. ഒരു കാലത്ത് ഈ തായ്ലൻഡിൽ ആയിരക്കണക്കിന് ഫ്ലോട്ടിംഗ് മാർക്കറ്റുകൾ ഉണ്ടായിരുന്നത്രേ. കാരണം ഈ നദികൾ അവരുടെ പ്രധാന ഗതാഗത മാർഗങ്ങളായിരുന്നു. റോഡുകളും നഗരങ്ങളൊന്നും അന്ന് വികസിച്ച് വന്നിട്ടുണ്ടായിരുന്നില്ല. റോഡുകളൊക്കെ വികസിച്ച് വലിയ നഗരങ്ങളൊക്കെ രൂപപ്പെട്ട് വന്നതിന് ശേഷം പല ഫ്ലോട്ടിംഗ് മാർക്കറ്റുകളും പിന്നീട് അപ്രത്യക്ഷമാകുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ വെറും ഒരു ടൂറിസ്റ്റ് കേന്ദ്രങ്ങളല്ല തായ്ലൻഡിനെ സംബന്ധിച്ചിടത്തോളം. അത് അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അതുപോലെ അവരുടെ ഒരു സാംസ്കാരിക പ്രദർശന കേന്ദ്രം കൂടിയാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റുകൾ. തായ് വാട്ടർ ലൈഫിൻ്റെ ഒരു ജീവനുള്ള മ്യൂസിയം പോലെ നമുക്ക് ഇതിനെ കാണാൻ പറ്റും. വെള്ളത്തിന് ചുറ്റും എങ്ങനെയാണ് തായ്ലൻഡ് നഗരം രൂപപ്പെട്ടത് എന്ന് നമുക്കിത് കാണിച്ചു തരുന്നു. കനാലുകളും നദികളുടെയൊക്കെ അരികിൽ ആളുകൾ താമസിച്ചിരുന്നതിനാൽ തായ്ലൻഡിന് ഒരു കാലത്ത് കിഴക്കിൻ്റെ വെനീസ് എന്നാണ് വിളിച്ചിരുന്നത്. ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുകയായിരുന്നു ഒരു 100 വർഷം മുൻപുള്ള തായ്ലൻഡിനെ കുറിച്ചിട്ട്. നദിയിലൂടെയും കനാലിലൂടെയൊക്കെ ഇങ്ങനെ ബോട്ടിൽ സാധനങ്ങൾ കച്ചവടം നടത്തി ജീവിച്ചിരുന്ന ഒരു ജനതയെക്കുറിച്ചിട്ട്. അവരുടെ ആ ചരിത്രവും സംസ്കാരവുമാണ് നമ്മളിവിടെ കാണുന്നത്. ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ടൂറിസത്തിന് വേണ്ടി നിർമ്മിച്ചിട്ടുള്ളതാണ്. പക്ഷേ തായ്ലൻഡിൻ്റെ നദീതട സംസ്കാരം, പരമ്പരാഗതമായിട്ടുള്ള ഭക്ഷണം, ജീവിത രീതി എന്നിവയുടെ കഥ ഇതിപ്പോഴും പറയുന്നു. സന്ദർശകർക്ക് ഇതൊരു ഷോപ്പിംഗ് നടത്താനുള്ള ഒരു സ്ഥലം മാത്രമല്ല, തായ്ലൻഡ് ഒരിക്കൽ വെള്ളത്തിൽ എങ്ങനെ ജീവിച്ചിരുന്നുവെന്ന് മനസ്സിലാക്കാനുള്ള ഒരു സ്ഥലമാണ്. നിങ്ങൾ പട്ടായയിൽ വന്നാൽ എക്സ്പ്ലോർ ചെയ്യാൻ ഏറ്റവും കളർഫുള്ളായതും സാംസ്കാരികവുമായ സ്ഥലങ്ങളിൽ ഒന്നാണ് പട്ടായയിലെ ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. പട്ടായയിലെ ആ കനാലിലൂടെയുള്ള ബോട്ട് യാത്ര അങ്ങനെ അവസാനിച്ച് ഞാൻ പുറത്തിറങ്ങി. ബോട്ട് സവാരിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്ന സമയത്തല്ലേ നമ്മൾ പർച്ചേസിംഗ് ഒക്കെ ചെയ്യുക. പക്ഷെ തിരിച്ചു പോകുന്ന ഇടത്ത് ഞാൻ കൂടുതൽ സുവനീർ ഷോപ്പുകളൊന്നും കണ്ടില്ല. എൻട്രി പോയിൻറ്റിലാണ് ഒരുപാട് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ വന്ന ഓർമ്മക്ക് എനിക്ക് ഇവിടെ നിന്നൊന്നും വാങ്ങിക്കാൻ കഴിഞ്ഞില്ല. പട്ടായയിൽ വന്നിട്ട് എൻ്റെ 10ാമത്തെ ഡെസ്റ്റിനേഷനായിരുന്നു ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. ഇനി ഞാൻ പോകുന്നത് ഇവിടെയുള്ള ടൈഗർ പാർക്കിലേക്കാണ്. അവിടെ പോയ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ.